അങ്ങനല്ല BSFിൻ്റെയും അതുപോലത്തുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും അതുപോലെയുള്ള എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെയും എല്ലാവരുടെയും ചാർജ് അങ്ങേക്കാണ്. എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? ലോക്കൽ പോലീസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ. അവരാണ് ആദ്യം എത്തിയത്. പക്ഷേ അതിനപ്പുറം പാരാമിലിറ്ററി ഫോഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള മിലിറ്ററി എല്ലാം അവിടെ ഏറ്റവും ഇതിൽ എത്തേണ്ടത്. 800 കോടിയുടെ വലിയൊരു പലിശ തിരിച്ചു നൽകേണ്ടതിലേക്ക് എത്തിക്കൊണ്ട് ഒരിക്കലും ഗവൺമെൻറ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാർട്ടിക്കാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഒരു അറിയിപ്പ് പത്രത്തിലൂടെ കൊടുത്താൽ തന്നെ നടത്താവുന്നേ ഉള്ളൂ. അപ്പോൾ മാറ്റിവെക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ്. ഏവർക്കും നിലപാടിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ് നമ്മോടൊപ്പം നിലപാടിൽ ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. അതിദാരുണമായ സംഭവവികാസങ്ങളാണല്ലോ കാശ്മീരിൽ നടന്നത്. അതിമനോഹരമായ ഒരു താഴ്വരയിൽ അക്രമങ്ങളുമായിട്ട് ചില ഭീകരർ കടന്നു വരുന്നു. അതിനു ശേഷം രാജ്യത്തെ ആകെ നടക്കുന്ന തരത്തിലേക്ക് അത് മാറുകയും ചെയ്തു. ആ ഭീകരാക്രമണത്തിൽ തൊട്ടു പിന്നാലെ രാജ്യം ചില കടുത്ത നടപടികൾ പാകിസ്ഥാനെതിരെ എടുക്കുന്നുണ്ട്. ആ ഭീകരാക്രമണത്തെയും തുടർന്നുണ്ടായ ദേശീയ ഭരണകൂടത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാടുകൾ എങ്ങനെ കാണുന്നുണ്ട്? ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള തെറ്റുകളിലൂടെ സംഭവിച്ചിട്ടുണ്ട്. പഹൽഗാമിന് മുമ്പ് തന്നെ പുൽവാമ പോലത്തെ മറ്റു ഇതിനു മുമ്പ് പല ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒന്നും നമ്മുടെ കേന്ദ്ര സർക്കാർ ഇത് തടയുന്നതിനാവശ്യമായ നടപടികൾ കൃത്യമായിട്ട് എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, മുൻപ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് അന്ന് നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്ന 4 ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചു? കമ്മ്യൂണിക്കേഷന് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എല്ലാ വിവരങ്ങളും ഒരു പ്രധാനമന്ത്രി അങ്ങേക്ക് കിട്ടുന്നതല്ലേ, പിന്നൊന്നും സംഭവിച്ചു? അങ്ങനല്ല BSFിൻ്റെയും അതുപോലത്തുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെയും അതുപോലെയുള്ള എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെയും എല്ലാവരുടെയും ചാർജ് അങ്ങേക്കാണ്. എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് വീണ്ടും ഇത് തുടരെ സംഭവിക്കുന്നുള്ള 3-4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം അതേ ചോദ്യങ്ങൾ തിരിച്ച് അദ്ദേഹത്തിൻ്റെ നേർക്കും ഉന്നയിക്കേണ്ട അവസ്ഥയിൽ വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ അവിടെ ഒരു വീഴ്ച ഈ പറയുന്ന ഇവരെ അക്രമികൾ വളരെ ഫ്രീ ആയിട്ട് വന്നിട്ട് ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഈ ചില വീടുകൾ നിരത്തി ചില ആളുകളെ വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ആ മറ്റുള്ള ടെററിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അരമണിക്കൂർ സമയത്തേക്ക് ആരും അവിടെ എത്തിയിട്ടില്ല. അവർക്ക് സുഖമായിട്ട് അവിടെ നിന്ന് ഇതെല്ലാം നടത്തി പോകാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതൊരു വലിയ വീഴ്ചയാണ്. ഇത് ഇന്ത്യയെ മൊത്തത്തിൽ നടുക്കിയ ഒരു സംഭവം തന്നെയാണത്. കേന്ദ്ര സർക്കാർ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അത് ഏതെല്ലാം തലത്തിലെടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം എടുക്കുന്നതിന് ഇന്ന് ഇന്ത്യൻ ജനത ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ സപ്പോർട്ട് നൽകണം. ഒരു പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല, പക്ഷെ എടുക്കേണ്ടതാണ്. ഇവിടെ പലപ്പോഴും കാശ്മീരാവട്ടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കൊല ചെയ്യപ്പെടുന്നവരുടെ, മരിക്കുന്നവരുടെയൊക്കെ മതം ചെയ്യാറുണ്ട്. ശരിക്കും തീവ്രവാദത്തിനും ഭീകരപ്രവർത്തനങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കൂട്ടുണ്ട് എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊക്കെ അതിലാണ് പല സംശയങ്ങൾ വരുന്നത്. ഈ തീവ്രവാദിക്ക് എന്ത് മതമുള്ളൂ? ഏതെങ്കിലും മതങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നുണ്ടോ? അപ്പോൾ തീവ്രവാദി ഏതെങ്കിലും അവരുടേതായിട്ടുള്ളൊരു ആവശ്യം നേടുന്നതിന് വേണ്ടി പലതും പറയും, എന്നല്ല അതിനപ്പുറമൊന്നുമില്ല. അപ്പോൾ അതിനെ നമ്മൾ എടുത്തുകൊണ്ട് അത് ഒരു മതത്തിൻ്റെ അതിൽ ചാർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് പോകുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം തീവ്രവാദ പ്രവർത്തനം തന്നെ ശരിയല്ലല്ലോ. ഏത് മതമാണ് അതിനെ അനുകൂലിക്കുന്നത്? അപ്പോൾ അത് ആ നിലയ്ക്ക് അതിന് എടുക്കേണ്ട ആവശ്യമില്ല. അതെ, നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നൊരു പ്രദേശത്താണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നത്. അവിടെ സേനയുടെ ആവട്ടെ അല്ലെങ്കിൽ ജമ്മു കാശ്മീർ പോലീസിൻ്റെ അവിടെ യാതൊരു സാന്നിധ്യം ഇല്ലായിരുന്നു. നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വലിയ മികച്ച പ്രവർത്തനമാണെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം അവകാശപ്പെടാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ വളരെ ലാഘവത്തോടെയാണോ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം
ഈ ഇതിനു മുൻപുള്ള പുൽവാമ സംഭവത്തിൽ തന്നെ പിന്നീട് പലതും അതെ ഈ മറ്റേ ഇതിൽ പല കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരം ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഇതും പലതും ഇന്ത്യൻസിൻ്റെ അവർക്ക് പറ്റിയ തെറ്റുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിലും ഞാൻ കാണുന്നത് അത്തരത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത്ര ഓപ്പണായി ഫ്രീ ആയി ഇവർക്കൊന്നിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ലോക്കൽ പോലീസിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ. അവരാണ് ആദ്യം എത്തിയത്. പക്ഷേ അതിനപ്പുറം പാരാമിലിറ്ററി ഫോഴ്സും അല്ലെങ്കിൽ അതുപോലുള്ള മിലിറ്ററി എല്ലാം അവിടെ ഏറ്റവും ഇതിൽ എത്തേണ്ടത് അവരെത്തിയിട്ടില്ല. മാത്രമല്ല മറ്റൊന്ന്, ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ബീഹാറിൽ പോകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ പലരും ആശങ്കകൾ അറിയിക്കുന്നുണ്ട്. ഈ ഒരു ഇതിൽ ഉടനെ സൗദി എന്നെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് വന്നു എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ടതല്ലേ? അതില്ലാതെ പോയത് ശരിയാണോ എന്ന് ചോദ്യം പലരും ചോദിക്കുമ്പോൾ അതിലെന്തോ ദുരൂഹതകൾ നമുക്ക് തോന്നുന്നു. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിൻ്റെ വിപുലമായ കോടികൾ ചെലവഴിച്ചുള്ള ആഘോഷ പരിപാടികളാണ് നടത്തുന്നത്. നമുക്ക് മന്ത്രിസഭയെ തന്നെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി, ഒരു മുഹമ്മദ് റിയാസിനപ്പുറത്തേക്ക് മന്ത്രിമാരുടെ പെർഫോമൻസ് വളരെ കുറവാണ്, സർക്കാരിൻ്റെ പെർഫോമൻസ് വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കിയുള്ള ആഘോഷത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സർക്കാർ കരുതുന്നതാണെങ്കിൽ ഇവിടെ പലതും ചെയ്തു എന്ന് കാണിക്കുന്നതിനോട് പലതും പറയാണ്. ഇപ്പോൾ റോഡ് വികസനം ഉണ്ടായിട്ടുണ്ട്, അത് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് ആണ്. നമ്മളിപ്പോൾ അതിൽ ഒരു റോഡിൻ്റെ സ്ഥലം ഇത് എടുക്കാൻ വേണ്ടി എത്ര കുറച്ച് പൈസ കൊടുത്തു എന്നതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ അതല്ലാത്ത എന്ത് വികസനം ഉണ്ടായിട്ടുള്ളത്? ഇപ്പം മെയ് 2-ാം തീയതി ഇവിടെ നമ്മുടെ വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി വരികയാണ്. ആ പ്രൊജക്റ്റിന് എടുക്കുക. ആ പ്രൊജക്റ്റിന് എതിരെ നിന്നവരാണ് ഇടതുപക്ഷം. അന്ന് ഉമ്മൻചാണ്ടി ഇപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരാണ്. പിന്നീട് ഇപ്പോൾ ഭരണത്തിൽ കയറിയതിന് ശേഷം അനുകൂലമായി നിന്നു. പക്ഷെ അതിലും ഞാൻ അന്ന് അതിന് എതിരഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. 7000 കോടിയുടെ പ്രൊജക്റ്റിൽ 4000 കോടി കേരള ഗവൺമെൻറ് മുടക്കുമ്പോൾ 2000 കോടി മാത്രമാണ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ. അങ്ങനെയുള്ളൊരു പ്രോജക്റ്റിൽ ആ 2000 കോടി സിയാലിനെ പോലെ നമ്മുടെ ആളുകളിൽ നിന്ന്, വിദേശ ഇന്ത്യക്കാരിൽ നിന്ന് ഷെയർ പിരിച്ചുകൊണ്ട് അത് പൂർണ്ണമായും കേരളത്തിൻ്റെ പ്രൊജക്റ്റായിട്ട് മാറ്റാൻ കഴിയുമായിരുന്നു. ഇപ്പോഴും ഈ ഒരു ഫണ്ടിങ്ങിന് 800 രൂപ, ഗ്യാപ്പ് ഫണ്ടിങ്ങിന് 800 കോടിയുടെ വലിയൊരു പലിശ തിരിച്ചു നൽകേണ്ടതിലേക്ക് എത്തിക്കൊണ്ട് ഒരിക്കലും ഗവൺമെൻറ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. 800 കോടിയൊക്കെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഇത്രയും നല്ലൊരു പ്രോജക്റ്റിനാണെങ്കിൽ ഇവിടെ വിദേശ മലയാളിയിൽ നിന്ന് തന്നെ അത് സ്വരൂപിക്കാമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള ഒരു പുനർചിന്തനം നടത്തിക്കൊണ്ട് വലിയ ഒരു മാറ്റങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെന്താണ് ആഘോഷിക്കാനുള്ളത്? അതേസമയം 100 കോടി ചിലവാക്കിയിട്ട് ഇത്രയും വലിയ പരിപാടി നടത്തുമ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കന്മാരോട് സമരമായിട്ട് കിടക്കുകയാണ്. അവർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അതിന് പുറമെയാണ് ഇപ്പോൾ KM എബ്രഹാമിനെതിരെ CBI കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താണ് നമുക്ക് ആഘോഷിക്കാനുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സത്യത്തിൽ കാര്യമായ ഒന്നും ഇവിടെ നടന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണമായും വയനാടിൽ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ലഭിച്ച ഫണ്ട് പോലും കൃത്യമായി അത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അതിൻ്റെ പണി മുടങ്ങുന്നതിനും ബാക്കിലതിനൊക്കെ തീരുമാനമെടുത്തു പോകുന്നത്. അതും മുഴുവനായി എഫക്റ്റ് ചെയ്ത ആളുകൾക്കെല്ലാം വീടില്ല എന്നുള്ളൊരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഇതൊക്കെ ഈ ഇലക്ഷൻ ഇയർ ആണല്ലോ, അടുത്തൊരു വർഷം എന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനാണ് KM എബ്രഹാം എന്ന് പറയുന്ന ആൾ. മുമ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർക്കെതിരെ പല കേട്ടുകേൾവിയില്ലാത്ത നടപടികൾ പോലും അന്വേഷണങ്ങൾ പോലും ഉണ്ടായി. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുന്നു? അതിൽ സാധാരണ ഏത് ഓഫീഷ്യൽസും
എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ഫേഴ്സ് വയ്ക്കുന്നത്? ഒരാളെ സ്ഥിരമായി ഒരു പൊസിഷനിൽ എത്തി കഴിഞ്ഞാൽ ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ഇത് പ്രത്യേകിച്ച് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തു. അതിനുശേഷം കിഫ്ബിയുടെ എല്ലാ അധികാരമുള്ള ഒരാളായിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കെല്ലാവരും അധികാരം എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ സംഭവിക്കാം. അപ്പം അതിനുള്ള അവസരം കൊടുക്കാതിരിക്കേണ്ടത് ഭരണകർത്താക്കളാണ്. അവിടെ തെറ്റുപറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ മാർപ്പാപ്പ കാലം ചെയ്തിട്ട് അതിൻ്റെ ദുഃഖാചരണം ലോകത്താകമാനം പ്രഖ്യാപിക്കപ്പെടുന്നൊരു സാഹചര്യം. അതുപോലെ തന്നെ കാശ്മീരിലെ ദുരന്തവും ഭീകരവാദ പ്രവർത്തനത്തിൻ്റെയും ഒരു ആശങ്കയിലൊക്കെ രാജ്യം നിൽക്കുന്ന ഒരു സമയത്ത് CPM-ൻ്റെ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനം വളരെ വിപുലമായിട്ടാണ് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തു. ഇതെന്ത് സന്ദേശമാണ് നൽകുന്നത്? മാറ്റിവെക്കാമായിരുന്നു. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ വേണ്ടി മാറ്റിവെക്കുന്നത്. 3 ദിവസത്തെ ദുഃഖാചരണം ഓൾറെഡി പ്രഖ്യാപിച്ചു. ആ ദിവസങ്ങളിൽ ഒരിക്കലും നടത്താൻ പാടില്ലായിരുന്നു, മാറ്റിവെക്കാമായിരുന്നു. പിന്നെ മാറ്റിവെക്കാൻ പറ്റാത്തപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ മാറ്റിവെക്കാൻ പറ്റില്ല നമുക്ക്. കാരണം പല ആളുകളും ക്ഷണിച്ചുകൊണ്ട് 2 വിഭാഗങ്ങൾ വന്നിട്ട് നടത്തുന്നൊരു വിവാഹം എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ മാറ്റിവെക്കാമായിരുന്നു. 1 ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് വെച്ചാലും, കാരണം പാർട്ടിക്കാർ മാത്രമാണ് പങ്കെടുക്കുന്നത്. ഒരു അറിയിപ്പ് പത്രത്തിലൂടെ കൊടുത്താൽ തന്നെ നടത്താവുന്നേ ഉള്ളൂ. അപ്പോൾ മാറ്റിവെക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് തീയതി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. എങ്ങനെയാണ് NCPയുടെ നിലവിലത്തെ ആ ഒരു തിരഞ്ഞെടുപ്പ് ഏത് തരത്തിൽ നേരിടാനാണ് പാർട്ടി ഒരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത്? അല്ല, പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയിലും അംഗമല്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അത് മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും മറ്റും അവിടെ അറിയിക്കാനായിട്ട് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഉചിതമായ തീരുമാനം എടുക്കുന്നതിന് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 6-ാം തീയതിയോട് കൂടിയിട്ട് മിക്കവാറും 6-ാം തീയതിയുള്ള ഡേറ്റാണ് അവർ സൂചിപ്പിച്ചിട്ടുള്ളത്. കൺഫർമേഷൻ വന്നിട്ടില്ല. മിക്കവാറും ആ 6-നും 10-നും ഇടയ്ക്കുള്ള ഡേറ്റിൽ അവിടെ ഒരു ജില്ലാ സമ്മേളനം പൊതുയോഗം വയ്ക്കുന്നുണ്ട്. അന്ന് അവിടെ പ്രഖ്യാപിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ അൻവർ UDFിലേക്ക് വന്നത് അല്ലെങ്കിൽ UDFിനെ പിന്തുണയ്ക്കുന്ന UDFിന് ഒരു ബാധ്യതയായി എന്നൊരു വിലയിരുത്തൽ അങ്ങേക്കിപ്പോഴുണ്ടോ? അല്ല, അത് UDF തീരുമാനിച്ചിട്ടില്ലല്ലോ. UDF തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഈ പറയുന്ന VD സതീശനായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള രമേശ് ചെന്നിത്തലയുണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ. അവരുമായിട്ടുള്ള ചർച്ചയിൽ പരസ്പരം സഹായിക്കാം എന്നുള്ളതിലേക്കാണ് വന്നിട്ടുള്ളത്. UDFിൻ്റെ പാർട്ടി ആക്കണോ എന്നുള്ളത് UDFിൻ്റെ മറ്റുള്ള ഘടകകക്ഷികളുമായിട്ട് സംസാരിച്ചുകൊണ്ട് തീരുമാനിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഘടകകക്ഷികളുടെ ഭാഗമായിട്ടാണ് അൻവർ പിറ്റേ ദിവസം തന്നെ പാണക്കാട് പോയിട്ട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെല്ലാം കണ്ടുകൊണ്ട് അതിന് ഒരു സഹായകരമായ നിലപാട് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതിനായിരിക്കും അന്നൂർ പോയിട്ടുണ്ടാവുക. അല്ല, UDFിൻ്റെ ഭാഗമായിട്ടില്ല. അത് വരും കാലങ്ങളിൽ തെളിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ഓരോ പാർട്ടികളിൽ വരുമ്പോൾ അത് എത്രമാത്രം ആ UDFിനെ ബലപ്പെടുത്തും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങളെന്നുള്ളത് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പും മറ്റും വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ചിത്രം കിട്ടും, അതിലേക്ക് എത്തും എന്നൊക്കെ പറയാൻ പറ്റും. സമീപകാല ദിവസങ്ങളിൽ ഒരു രാഷ്ട്രീയ തമാശ കേരളത്തിൽ നടന്നത് അത് ഇപ്രകാരമാണ്. അതായത് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ ഉന്നതനായ കേരളത്തിൽ നിന്നുള്ള ഏക ACC അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവും ജന്മവാർഷികവും സമീപകാലത്തൊന്നും കോൺഗ്രസ് ആചരിച്ചിട്ടില്ല. എന്നാൽ BJP അത് ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിൽ 7 മണിക്ക് BJPക്കാരുടെ പതാകയും പുഷ്പാർച്ചന നടത്തുന്നു. 8 മണിക്ക് കോൺഗ്രസ് വരുമെന്ന് അതെടുത്ത് കളഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ നടത്തുന്നു. എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ BJP ഏറ്റെടുക്കുന്നത്? കോൺഗ്രസ് എന്തുകൊണ്ടാണ് അവരെ മറക്കുന്നത്? അല്ല, ഈ മുൻകാല ചരിത്ര സ്മാരകങ്ങളോ അല്ലെങ്കിൽ നേതാക്കളെയോ ഒക്കെ എടുക്കുമ്പോൾ BJPക്ക് എടുക്കാനുള്ളത് ഇവിടെ മുൻകാലങ്ങളിലുള്ള നേതാക്കന്മാരൊക്കെ വരുമ്പോൾ അവർ കോൺഗ്രസ്സുകാരാണ്, അതല്ലാതില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പോകണം. ഏറ്റെടുക്കുമ്പോഴാണ് കോൺഗ്രസ്സിന് പറ്റിയ തെറ്റ് അവർക്ക് പറ്റുന്നത്. കാരണം അവർ ഒരിക്കലും ആദരിക്കാത്ത അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്താത്ത പല നേതാക്കന്മാരും BJP കണ്ടുപിടിക്കുമ്പോൾ പിന്നെ അത് ഏറ്റെടുക്കേണ്ട ഗതികേട്ടിലേക്ക് വരികയാണ്. അത് തീർച്ചയായിട്ടും അത് ഈ 2 കൂട്ടരും അതിൽ വ്യത്യസ്ത നിലപാടെടുത്ത് ഞങ്ങളാണ് എല്ലാം ഇതിൻ്റെ ആളുകളെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് യാതൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഇനിയും അത്തരത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ കൂടാതെ തന്നെ അതുപോലെ എത്രയോ അവഗണിക്കപ്പെട്ട പല നേതാക്കന്മാരുണ്ടായിരിക്കും.
നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ. ഇന്ന് CPIയുടെ ഇന്നലെ നടന്ന അതെ ഒരു ദേശീയ പ്ലീനറി സമ്മേളനം മറ്റോ അതിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ മുൻകാല നേതാക്കന്മാരുടെ കുടുംബങ്ങളെ അതിൽ വിളിച്ച് ആദരിക്കുന്ന എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കാനത്തിൻ്റെ ഫാമിലിയെ വിളിച്ചില്ല. പക്ഷേ എന്നിട്ട് അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ബിനോയ് വിശ്വം പറയേണ്ടി വന്നു. പക്ഷേ അതിന് കാനത്തിൻ്റെ മകൻ തിരുത്തി അങ്ങനെ ഒരു വിളി വന്നാലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ തെറ്റ് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇത് രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളും മുൻകാലങ്ങളിൽ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ച് പ്രവർത്തിച്ച് ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുന്ന ആളുകളൊക്കെ മറക്കുകയാണ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഒരു മെച്ചമുണ്ടാക്കാൻ പറ്റും നോക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. ഇപ്പോൾ കോൺഗ്രസിനും BJP മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ കാര്യമാണെന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്. രാജ്യം വലിയ തോതിലുള്ള ഭീകരവാദത്തെ നേരിടുമ്പോൾ ഭീകരതയ്ക്കെന്ത് മതം എന്നാണ് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി ചോദിക്കുന്നത്. അടുത്തയാഴ്ച മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം.